വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്ന ഒരു കളക്റ്റീവ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ ഒരു ഹിഡൻ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഹിഡൻ റീസൺ ഉണ്ടോ ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്വീകരിക്കേണ്ട ഒരു പാത അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഡ്വൈസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ ബ്ലോക്കേജ് ആയി നിൽക്കുന്നത്, ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികളുണ്ടാകും ഇതിൽ, അല്ലെങ്കിൽ ഒരുമിച്ചാണ് പക്ഷെ വൈകാരികമായിട്ട് കണക്ഷൻ വിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോകുന്നത്. ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഹിഡൻ ഫാക്ടർ എന്ന് പറഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഒരു എഫേർട്ട് കാണുന്നുള്ളൂ. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാങ്ങി അല്ലെങ്കിൽ ഇനി മതിയായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഭാഗത്ത് നിന്നൊരു എഫേർട്ട് ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. മറ്റൊരു വ്യക്തി അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു ഈഗോ ബാറ്റിൽസ് അല്ലെങ്കിൽ ഒരു ക്ലാഷസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ശരിയാണ് എന്നുറച്ച് തർക്കിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഇവിടെ മാറ്റേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈഗോന് മാത്രം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ മാറേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ബ്ലോക്കേജ് എന്ന് പറഞ്ഞത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ളൊരു ഡിസ്കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അത് ഒരു ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് മാത്രമാണ്. അത് നിങ്ങളായിരിക്കാം എഫേർട്ട് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാത്രമാണ്. രണ്ടുപേരും ഒരുപോലെ ഈക്വൽ ആയിട്ട് അതിൽ എഫേർട്ട് ഇടാത്തത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലെ മെയിൻ ഇഷ്യൂ ആയിട്ട് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ഈഗോ ബാറ്റിൽസ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം തുല്യമായിട്ടുള്ള ഒരു ഈക്വാലിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളിൽ വിട്ടുകൊടുക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്വൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.